ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 4 ശ്ലോക 14. തസ്യ ചക്ഷിതി പയമഹ അനില ദ്യോമഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദം അനാവൃതം വിഭോ. തസ്യ ബ്രഹ്മാണ്ടത്തിൽ എത്തുന്ന ആ യോഗികൾ ച അവിടെ ക്ഷിതി ഭൂമി പയ ജലം മഹ തേജസ് അനില വായു ദ്യോ ആകാശം മഹത് മഹത്തത്വം പ്രകൃതി മായ സപ്തക ഏഴ് ആവൃത്തി ആവരണങ്ങൾ തദത് സ്വരൂപത്തിൽ ആത്മ സൂക്ഷ്മ ശരീരം ഗതയാ പ്രവേശിച്ചുകൊണ്ട് വിഷൻ കഴിവുള്ള യോഗി സുഖി പരമാനന്ദം യാതി പ്രാപിക്കുന്നു തേ ഭഗവാന്റെ പദം ഭഗവത് പദം അനാവൃതം ആവരണരഹിതമായ വിഭോ ഭഗവാനെ. ക്ഷിതിപയോ മഹോ നീല ദ്യോമഹത് പ്രകൃതി സപ്തകാവൃതിഃ തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. അങ്ങനെ യോഗികൾ ബ്രഹ്മാണ്ടത്തിൽ എത്തുമ്പോൾ അവിടെ പൃഥ്വി ജലം വായു ആകാശം എന്നിങ്ങനെയുള്ള തേജസ്സിന്റെ ആ മഹാ തത്വത്തിന്റെ മായയിൽ നിന്നും 7 ആവരണങ്ങൾ ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം ആ സ്വരൂപത്തിൽ ഭഗവാന്റെ സൂക്ഷ്മ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെ കഴിവുള്ള ആ യോഗികൾ പരമാനന്ദത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ഭഗവത് പദത്തെ, ആ ഒരു മുക്തിയെ അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ ആവരണരഹിതമായ ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ.